ഇറാനിലൊക്കെ കൊണ്ടുപോയി അവയവം മാറ്റിവെക്കുന്ന ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നു എന്ന വാർത്ത നമ്മൾ മലയാളികളടക്കം അതിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പ്രതി കൊച്ചിയിൽ പിടിയിലാകുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ആ കേസ് NIA ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. FIR കൊച്ചി NIA കോടതിയിൽ സമർപ്പിച്ചു. NIAയുടെ കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ NIA പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. ഗായത്രി കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് NIA ഏറ്റെടുത്തിരിക്കുന്നത്, അവരുടെ അന്വേഷണം അവർ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഗായത്രി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗായത്രി, ഈ അവയവ മാഫിയ കേസ്, കടത്ത് കേസ് വളരെ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പോലീസ് അത് കൃത്യമായി അന്വേഷിച്ച് വരികയായിരുന്നു. ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിലെ ഈ വിദേശ ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണോ, വിദേശ രാജ്യമായി സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണോ ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്? മനു, രാജ്യാന്തര ബന്ധമുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഈ കേസ് NIA ഏറ്റെടുക്കുമെന്ന് ആദ്യഘട്ടങ്ങളിൽ തന്നെ വിവരമുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് കേസ് ഏറ്റെടുക്കാൻ NIA തയ്യാറായിരുന്നില്ല. തുടർന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചു പോന്നിരുന്നത്. ഇപ്പോൾ കേസിലെ പ്രധാനപ്പെട്ട 3 പേർ അറസ്റ്റിലാവുകയും പ്രധാനിയായ 4-മനെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇറാനിലായതുകൊണ്ട് തന്നെ അയാളെ ഇവിടെ എത്തിക്കുന്നതിന് നിരന്തരമായ നിരവധിയായ കടമ്പകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ NIA ഈ കേസ് എടുക്കുന്നത്. ഇതിന്റെ പ്രാഥമിക NIAയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. കൊച്ചി NIA യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുക. നമുക്കറിയാം, ഒരാൾ സാബിത് നാസർ എന്ന തൃശ്ശൂർ സ്വദേശി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലാകുന്നതോടുകൂടിയാണ് ഈ കേസിന്റെ ഒരു അന്വേഷണം തന്നെ ആരംഭിക്കുന്നത്. ആ കേസ് അന്വേഷണത്തിലാണ് വളരെ വലിയ ഒരു മാഫിയയുടെ തന്നെ ചുരുളഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവർ വൃക്ക അല്ലെങ്കിൽ അവയവ കച്ചവടത്തിന് വേണ്ടി മനുഷ്യക്കടത്ത് നടത്തിയിരുന്നു എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ആ ഘട്ടത്തിൽ നമുക്ക് പോലീസിൽ നിന്ന് അറിയുവാൻ സാധിച്ചത്. അതായത് മനുഷ്യരെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ഇറാനിൽ കൊണ്ടുചെന്ന് അവിടെ ഓഡിയോ പ്രശ്നം ഇറാനിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ച് ഈ വൃക്കയും മറ്റ് അവയവങ്ങളും എടുക്കുക എന്നുള്ളതാണ്. ഇതിൽ ഈ വൃക്ക ദാതാക്കൾക്ക് ഒരു 6 ലക്ഷം രൂപ വരെ നൽകുമ്പോൾ ഈ വൃക്ക സ്വീകരിക്കുന്ന ആൾക്ക്, അതായത് വൃക്ക വാങ്ങുന്ന ആളിൽ നിന്ന് 1 കോടി രൂപ വരെയാണ് ഇവർ കൈക്കലാക്കിയിരുന്നത്. ആ പണമാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തുടർന്ന് ഇവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഇടത്തല സ്വദേശി സാബിത് നാസർ എന്നൊരാൾ തിരിച്ചറിയുന്നു. ആൾ കൊച്ചിയിൽ നിന്ന് പിടിയിലാകുന്നു. അതിനുശേഷമാണ് ഒരു ഇന്ത്യയിൽ മുഴുവൻ ഇവർ നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ്, അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ഹൈദരാബാദിൽ നിന്നും മറ്റ് ബീഹാറിൽ നിന്നുമൊക്കെ ആളുകളെ അവരെയാണ് കൂടുതൽ മനുഷ്യക്കടത്ത് നടത്തിയതെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് ഇതിന്റെ പ്രധാന കണ്ണിയായ ഈ ഹൈദരാബാദിൽ നിന്ന് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന രാംപ്രസാദ് എന്ന ആൾ അറസ്റ്റിലാകുന്നു. അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 കണ്ണികൾ അറസ്റ്റിലാകുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ കേസ് നിന്ന് പോന്നിരുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനി, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം സൂത്രധാരൻ എറണാകുളം സ്വദേശിയായ മധു എന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഈ മധു ഇപ്പോഴും ഇറാനിലാണ് ഉള്ളത്. ഇയാളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം നടന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ NIA ഈ കേസ് പോലീസിൽ നിന്നും ഏറ്റെടുത്തിരിക്കുന്നത്. രാജ്യാന്തര ബന്ധമുള്ള കേസായതുകൊണ്ടാണ് NIA ഏറ്റെടുത്തിരിക്കുന്നത്. പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കും, ഇത് NIA ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ കേസ് ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ NIA ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു ഗായത്രി.